ഒരു പക്ഷേ നമ്മൾ യൂട്യൂബിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ക്യാമറയിൽ പ്രേതം പെട്ടു എന്ന് പറഞ്ഞ് നൂറുകണക്കിന് വീഡിയോസ് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എല്ലാ വീഡിയോസും ലൈവായി നടക്കുമ്പോൾ പ്രേതം പെട്ടു എന്ന് അവകാശപ്പെടുന്നവയാണ്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. 2009 മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് ഒരു ലൈവ് ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. ഈ ഇൻ്റർവ്യൂവിൽ മൈക്കിൾ ജാക്സന്റെ റൂമും മറ്റും കാണിക്കുന്നതിന് ക്യാമറമാൻ മൈക്കിൾ ജാക്സന്റെ റൂമിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലെ ഓരോ റൂമും ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവുകയായിരുന്നു. This is one of the bathrooms. There are 2 bathrooms in this suite, and this is in this room, obviously. Yeah, he left his probably see when. അപ്പോഴായിരുന്നു ദൂരെ മാറി ഏതോ ഒരാൾ നീങ്ങി മാറുന്ന ഷാഡോ ക്യാമറയിൽ പെടുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയും വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. ഇത് മൈക്കിൾ ജാക്സൺ തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ആ വീട്ടിലുണ്ടെന്നും പറയപ്പെടുന്നു. സെലിബ്രിറ്റീസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്ന ഒരു റേഡിയോ ടോക്ക് ഷോ ആണിത്. ഇവിടെ ഇതാ ഒരു ലൈവ് ടോക്ക് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. ഇവിടെ പ്രേതത്തെ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ പേപ്പർ പറന്നു പോകുന്നതായി കാണാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് കാറ്റുകൊണ്ടോ അല്ലെങ്കിൽ ഫാൻ ഇട്ടത് കൊണ്ടോ പോയതായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആ ടേബിൾ നോക്കുകയാണെങ്കിൽ കാണാവുന്നതാണ്. ഒരുപാട് പേപ്പർ ഉള്ളതിൽ ആദ്യത്തെ പേപ്പർ മാത്രമാണ് പറന്നു പോകുന്നത്. മാത്രമല്ല അവരുടെ എക്സ്പ്രഷനും അതിന് ശരിവയ്ക്കുന്നു. മറ്റാർക്കും കാണാൻ കഴിയാത്ത എന്തോ ഒരു ശക്തി അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പ്രേതത്തിനെ കാണാറുണ്ടെന്നും അതുമായി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിരവധി ഫേക്ക് വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ കഴിയും. ഇതുപോലെ ആഫ്രിക്കയിലെ ഒരു പയ്യൻ തനിക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയുമെന്നും അത് തന്നെ ശല്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇത് കേട്ട ഒരു ലോക്കൽ ചാനലിലെ കുറച്ച് പേർ ആ പയ്യനെ സമീപിച്ചു. ഒരു ലൈവ് വീഡിയോ എടുക്കാൻ അവർ തീരുമാനിച്ചു. അതിന് ആ പയ്യൻ സമ്മതം മൂളി. ആ പയ്യനുമായി ലൈവ് ഇൻ്റർവ്യൂ നടക്കുമ്പോഴായിരുന്നു ആരോ അവനെ എടുത്ത് താഴേക്കിടുന്നത്. എന്നാൽ തുടർന്നുള്ള ഇൻ്റർവ്യൂവിലും ഇതിന് സമാനമായി ആ പയ്യൻ്റെ അടുത്തേക്ക് പ്രേതം നീങ്ങി വരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പേടിച്ചോടുന്നു. ദി ഷാഡോ എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ലക്ഷക്കണക്കിനുമുള്ള ആളുകൾ കാണുകയുണ്ടായി. ഒരു ന്യൂസ് റിപ്പോർട്ടർ തൻ്റെ ക്യാമറമാനുമായി ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിജനമായ ഒരു റോഡായിരുന്നു അത്. പെട്ടെന്നാണ് ദൂരെ മാറി ഒരു നിഴൽ നീങ്ങി മാറുന്നതായി ക്യാമറയിൽ പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒന്നും തന്നെ തോന്നുകയില്ലെങ്കിലും ഒരു പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നിഴൽ നീങ്ങി മാറുന്നതായി കാണാം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ ആ ന്യൂസ് റിപ്പോർട്ടർ നിൽക്കുന്ന സ്ഥലത്ത് നിരവധി മരണങ്ങൾ നടന്നുവെന്നും വളരെ നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരു സ്ഥലമാണെന്നും പറയപ്പെടുന്നു. ഇതുപോലെ നിങ്ങൾ അറിയാത്ത എന്നാൽ അറിയേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ സീ യു.